നമ്മുടെ അധ്യാപകർക്കും കുട്ടികൾക്കും ഈ വേനലവധിക്കാലത്ത് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, 2025 മാർച്ച് 25 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്ന ഒരു ഉത്തരവ് പ്രകാരം പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കാത്ത അല്ലെങ്കിൽ പഠന ലക്ഷ്യങ്ങൾ ആർജിക്കാത്ത 8ാം ക്ലാസ്സിലെ കുട്ടികളെ 9ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകി അല്ലെങ്കിൽ പാസ്സാക്കി എടുക്കുമ്പോൾ അവരുടെ ഗ്രേഡിങ്ങിനനുസരിച്ച് അവർക്ക് അവരുടെ പഠന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആർജിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അത്. അത് പ്രകാരം സാധാരണ മുൻവർഷങ്ങളിൽ ഓൾ പാസ് സമ്പ്രദായമായിരുന്നു നിലവിലിരുന്നത് എങ്കിൽ ഈ തവണ ഇപ്രാവശ്യം 8ാം ക്ലാസ്സിൽ നിന്നും പോകുന്ന കുട്ടികൾക്ക് അവരുടെ ഗ്രേഡിങ്ങിൻ്റെ അനുസരിച്ച് ഗ്രേഡിങ്ങിൽ അവർക്ക് അവരുടെ ടോട്ടൽ മാർക്കിൽ 30%, അതായത് ടെർമിനൽ എക്സാമിനേഷനിൽ 30% മാർക്ക് കിട്ടാത്ത കുട്ടികൾക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ വീണ്ടും കോച്ചിങ് കൊടുത്തുകൊണ്ട് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് അവരുടെ പഠന നിലവാരം വീണ്ടും പരീക്ഷയിലൂടെ അളന്നുകൊണ്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് പഠന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മാത്രം 9ാം ക്ലാസ്സിലേക്ക് എത്തിക്കുന്ന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അത് പ്രകാരം ഗ്രേഡിംഗ് നൽകിയിരിക്കുകയാണ്. അതായത് 80% മുതൽ 100% വരെ മാർക്ക് നേടിയിരിക്കുന്ന കുട്ടികളെ എ ഗ്രേഡിലും, അതേപോലെ 60% മുതൽ 79% വരെ മാർക്ക് നേടിയിരിക്കുന്ന കുട്ടികളെ ബി ഗ്രേഡായും, 40% മുതൽ 59% വരെ മാർക്ക് നേടിയിരിക്കുന്ന കുട്ടികളെ സി ഗ്രേഡായും, 30% മുതൽ 39% വരെ മാർക്ക് നേടിയ കുട്ടികളെ ഡി ഗ്രേഡായും, 30%-ൽ താഴെ മാർക്ക് നേടിയിരിക്കുന്ന കുട്ടികളെ അതായത് നീഡ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള കാറ്റഗറിയിലും പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ 30% ടെർമിനൽ എക്സാമിനേഷനിൽ 30% മാർക്ക് കിട്ടാത്ത കുട്ടികളെയാണ് അവരെ 8ാം ക്ലാസ്സിലെ ഒരു നിയമം അനുസരിച്ച്, അതായത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം എന്നുള്ള പൊതുനയം അനുസരിച്ച് ആ കുട്ടികളെ പാസ്സാക്കി എടുക്കേണ്ട ഒരു സാഹചര്യവും കൂടി ഇവിടെയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളെ പാസ്സാക്കി എടുക്കുന്നതോടൊപ്പം തന്നെ അവരെ ഇംപ്രൂവ്മെന്റ് നൽകിക്കൊണ്ട് ഏപ്രിൽ മാസത്തിൽ ഇംപ്രൂവ്മെന്റ് നൽകിക്കൊണ്ടാണ് അവരെ 9ാം ക്ലാസ്സിലേക്ക് എത്തിക്കുന്നത്. കാരണം അങ്ങനെ വരാതിരിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ നിന്നും പൊതുപരീക്ഷ എഴുതുന്ന സാഹചര്യം വരുമ്പോൾ ഒരു വസ്തു പോലും അറിയാത്ത കുട്ടികളുണ്ട്, എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളുണ്ട്, മുൻകാലങ്ങളിൽ അവർ പഠിച്ച യാതൊരു അറിവും അവർക്ക് ഇല്ലാത്തൊരവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ നയിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ രീതിയിൽ ഇപ്രാവശ്യവും, അടുത്ത വർഷം ഈ കുട്ടികൾ 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഇതേ രീതിയിൽ തന്നെ ടെർമിനൽ എക്സാമിനേഷനും അതുപോലെ കണ്ടിന്യൂസ് എക്സാമിനേഷനും, നമ്മൾ +2വിനൊക്കെ അവലംബിക്കുന്ന TE മാർക്കും അതേപോലെ CE മാർക്കും എന്നുള്ള രീതിയിലേക്ക് ഈ കുട്ടികൾ ഇപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് ആ രീതിയിലുള്ള മൂല്യനിർണ്ണയം നടത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എന്നാണ് ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുമെന്ന ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റൊരു കാര്യം, ഇനിയിപ്പോ ഏപ്രിൽ മാസത്തിൽ സാധാരണ രീതിയിൽ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, അധ്യാപകരുടെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ നല്ല ജോലിയാണ്. കുട്ടികൾക്ക് അവധി ലഭിക്കുമ്പോഴൊക്കെ ശനിയും ഞായറും ദിവസങ്ങളിലും, അതേപോലെ വേനലവധിക്ക് സ്കൂൾ അടക്കുമ്പോൾ അധ്യാപകർക്കും ജോലിയില്ല, അവർക്ക് ടൂറ് പോകാം, മറ്റു കുടുംബകാര്യങ്ങളിലൊക്കെ ഇടപെടാം. ഏറ്റവും കൂടുതൽ ജോലിയും അതുപോലെ ജീവിതവും ആസ്വദിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് അധ്യാപക വിഭാഗം എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു എങ്കിലും, പക്ഷെ ഇപ്പോൾ അതല്ല അധ്യാപകരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവർക്ക് വേനലവധിക്കാലത്ത് അധ്യയനത്തിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന അതിനേക്കാളും കൂടുതൽ പണിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പറയുകയാണെങ്കിൽ, പഠന പിന്തുണയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സമയക്രമം നിശ്ചയിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. 8ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 4 അകം അധ്യാപകർ പൂർത്തിയാക്കിയിരിക്കണം. അതുപോലെ പരീക്ഷാഫല പ്രസിദ്ധീകരണവും പ്രത്യേക ശ്രദ്ധ ആവശ്യമായ കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കലും പ്രധാന അധ്യാപകരും ചേർന്ന് ഏപ്രിൽ 5 പൂർത്തിയാക്കണം. പഠന പിന്തുണയുമായി ബന്ധപ്പെട്ട് വിദ്യാലയതല ആസൂത്രണം അധ്യാപകരും
SRG കൺവീനറും ഉൾപ്പെടുന്നൊരു വിഭാഗം ഏപ്രിൽ 5-ന് പൂർത്തിയാക്കണം. അതുപോലെ പഠന പിന്തുണ ആവശ്യമായ കുട്ടികളുടെ വിവരങ്ങൾ രക്ഷാകർത്താക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ക്ലാസ് PTA ഏപ്രിൽ 7 ചേരണം. പഠന പിന്തുണാ പ്രവർത്തനങ്ങളുടെ നിർവഹണം അധ്യാപകർ നടത്തേണ്ടത്, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുട്ടികളെ സ്കൂളുകളിൽ എത്തിച്ചുകൊണ്ട് ഈ പിന്നോക്കം നിൽക്കുന്ന പഠന ലക്ഷ്യം പൂർത്തീകരിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 24 വരെ നൽകണം. അതുപോലെ പ്രത്യേക ശ്രദ്ധ ആവശ്യമായ കുട്ടികൾക്കുള്ള പുനർവിലയിരുത്തൽ അധ്യാപകർ ഏപ്രിൽ 25-ന്, അതായത് പ്രത്യേക ശ്രദ്ധ ആവശ്യമായ കുട്ടികളെ ഇതുപോലെ കുട്ടികൾക്ക് നൽകിയ ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഏപ്രിൽ 25 മുതൽ 28 വരെ. അതുപോലെ ഫലപ്രഖ്യാപനം പ്രധാന അധ്യാപകർ എൻഷുർ ചെയ്യേണ്ടതാണ് ഏപ്രിൽ 30-ന്. അപ്പൊ അതിനുശേഷം അതിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷവും ഇതുപോലെ പഠന വിഷയങ്ങളിൽ മാർക്ക് നേടാത്ത കുട്ടികളെ പുനഃവിലയിരുത്തലിന് ശേഷവും അത് അവർക്ക് ആവശ്യമായിട്ടുള്ള 30% മാർക്ക് നേടാത്ത കുട്ടികളെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകുകയും എന്നാൽ 2 ആഴ്ച കാലത്ത് അവർക്ക് ബ്രിഡ്ജിങ് നൽകി നിശ്ചിത പഠന ലക്ഷ്യങ്ങളിൽ എത്തിക്കേണ്ടതുമാണെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമെന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഠന നിലവാരം ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. അപ്പോൾ മുമ്പുണ്ടായിരുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പഠന നിലവാരങ്ങൾ, അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള പഠന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് കാതലായിട്ടുള്ള ഒരു ഗുണനിലവാരം വരികയും ചെയ്യുമെന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികളും അധ്യാപകരും വേനൽ അവധിക്കാലത്ത്, അതായത് പഠിക്കാൻ മിടുക്കരല്ലാത്ത പഠന നിലവാരത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് ആ കുട്ടികളുടെ പഠന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് അനന്തമൊഴി.